ഫിലിപ്പി 4-ാം അധ്യായം 4-ാം വാക്യം. നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ബി ഹാപ്പി. സന്തോഷിക്കണം. സ്നേഹമുള്ളവരെ, ചിലരൊക്കെ ജീവിതം നോക്കിയാൽ സന്തോഷം എന്നേ അപ്രത്യക്ഷമായി പോയി. ചിരിച്ചിട്ട് നാളുകളേറെയായി. ചിരിയുടെ വസന്തം ജീവിതത്തിൽ നിന്ന് മാഞ്ഞുപോയതുപോലെ കാർമേഘം വീണ്ട ജീവിതങ്ങൾ. സ്നേഹമുള്ളവരെ, എന്നാ ഇനി നമ്മൾ സന്തോഷിക്കുക? ഈ ഭൂമിയിൽ നരകതുല്യമായ ജീവിതം, മ്ലാനകരമായ ജീവിതം, കാർമേഘം വീണതുപോലെ. സ്നേഹമുള്ളവരെ, ഈ സന്തോഷം നമ്മളിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കണ്ടേ നമുക്ക്? എന്നും ഇങ്ങനെ ഒരനുഭവത്തിൽ ജീവിച്ചാൽ മതിയോ? ഫിലിപ്പി ലേഖനത്തിലൂടെ പൗലോസിനെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവാൻ. നമ്മുടെ സന്തോഷം മാഞ്ഞു പോയതിൻ്റെ കാരണം എന്താ അറിയാവോ? നമ്മൾ നൈമിഷികമായ സന്തോഷങ്ങളിൽ മനസ്സ് വച്ചു എന്നതാണ്. ആ വിഷയങ്ങൾ നമ്മളിൽ നിന്ന് അകന്നപ്പോൾ നമ്മുടെ സന്തോഷം അകന്നു. നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവാൻ. സ്നേഹം, എന്നും നിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിക്കണം. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടോ, നിൻ്റെ ജീവിതം എന്നും സന്തോഷമായിരിക്കും. എന്നും സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരു വഴിയാണ് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിനെ സ്വന്തമാക്കുക. കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുവിൻ. ഫിലിപ്പി 4:4. ഹാപ്പിയായി സന്തോഷത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ നിറയട്ടെ. ആമേൻ.